പ്രൈസ് ലോർഡ്. ഒരു വാക്യം വായിക്കാം. എബ്രായ ലേഖനം അതിന്റെ 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. 2-ാമത്തെ വാക്യം വായിക്കോ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. എബ്രായ ലേഖനക്കാരൻ 12-ന്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു എന്നാണ് പറഞ്ഞത്. ഈ കർത്താവ് ക്രൂശിക്കപ്പെടുന്ന നിമിഷം വരെയും ക്രൂശ് എന്നുള്ളത് ഒരു വളരെ അപമാനകരമായ ഒരു കാര്യമായിരുന്നു. വളരെ പേടിപ്പെടുത്തുന്ന, ഒരു യഹൂദനെ സംബന്ധിച്ച് വളരെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് വളരെ അപമാനകരവും കൂടിയാണ്. മരത്തിൽ തൂങ്ങുന്നവരെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ശാപഗ്രസ്തമായ ഒരു കാര്യമായിരുന്നു ഈ ക്രൂശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ശാപഗ്രസ്തമായ കാര്യത്തെ കർത്താവ് സഹിച്ചത് തന്റെ മുമ്പിൽ ഒരു സന്തോഷം വെച്ചിട്ടാണ്, അല്ലെ? സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ക്രൂശിനെ സഹിക്കുവാൻ, അതിന്റെ അപമാനത്തെ അലക്ഷ്യമാക്കുവാൻ എന്തായിരുന്നു കർത്താവിന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന സന്തോഷം? എന്തായിരുന്നു ഈ ക്രിസ്തു അനുഭവിച്ച സന്തോഷം എന്നത് നമ്മൾ വളരെ അറിയേണ്ടതായിട്ടൊരു കാര്യമാണ്. അതായത് ക്രിസ്ത്യാനി ലോകത്തിൽ അവൻ അനുഭവിക്കുന്ന സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തു ആ കർത്താവിന്റെ ലൈഫിൽ താൻ അനുഭവിച്ച സന്തോഷമാണ് നമ്മളും അനുഭവിക്കുന്ന സന്തോഷം. കർത്താവ് ലോകത്തിൽ തന്റെ ജീവിതത്തിൽ അനുഭവിച്ച സന്തോഷം, അതേ സന്തോഷത്തിലേക്ക്, ആ സന്തോഷം മാത്രമാണ് നമുക്കുള്ളത്. അതേ സന്തോഷത്തിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു ക്രൂശിൽ കർത്താവ് തന്റെ വേദനകൾ, അപമാനം അലക്ഷ്യമാക്കി കളയുവാൻ എന്തായിരുന്നു താൻ കണ്ട സന്തോഷം എന്ന് നമുക്ക് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 12-ാം അധ്യായം 27 മുതലുള്ള വാക്യം. ഇപ്പോൾ എന്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു, ഞാൻ എന്ത് പറയണ്ടു? പിതാവേ, ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എങ്കിലും ഇത് നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു. ഓക്കെ, 12-ാം അധ്യായത്തിൽ എബ്രായ ലേഖനത്തിലേക്ക് നമുക്ക് തിരിച്ചറിയാം. എബ്രായ ലേഖനത്തില് 12-ാം അധ്യായത്തിൽ ആ എബ്രായ ലേഖനക്കാരൻ പറഞ്ഞു വെക്കുന്നത് എന്താണ്? ക്രിസ്തുവിനൊരു സന്തോഷം ഉണ്ടായിരുന്നു. അതേ സന്തോഷത്തിലേക്ക് നിങ്ങളും വരാനാണ് പറയുന്നത്, അല്ലെ? എബ്രായ സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദന്മാരുടെ ഇടയിൽ നിന്നുള്ളവര് കർത്താവിനെ അറിഞ്ഞു വന്നവരാണ്. അപ്പൊ ഇവര് ഈ അവിടുത്തെ പ്രോസിക്യൂഷൻസ് കാരണം, അതായത് അവിടുത്തെ ബുദ്ധിമുട്ട് കാരണം, സഭയ്ക്ക് നേരെ ഉണ്ടാവുന്ന ദുരനുഭവം കാരണം, അക്രമങ്ങൾ കാരണം ഇവര് പലരും തിരിച്ചു പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു സ്റ്റേജിലാണ് എബ്രായ ലേഖനക്കാരൻ ഈ എബ്രായ ലേഖനം എഴുതുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തില് എബ്രായ ലേഖനക്കാരൻ അവരോട് പറയാണ്, ക്രിസ്തുവിന് ഈ ക്രൂശിലൂടെ കർത്താവ് കടന്നുപോയപ്പോൾ കർത്താവിനുണ്ടായിരുന്ന സന്തോഷം എന്തായിരുന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും ഒരു വിശ്വാസി ലോകത്ത് ക്രൂശ് എടുക്കണമെങ്കിൽ ഈ സന്തോഷം എന്താണ് അറിയണം. നമുക്കറിയാം, കർത്താവിനെ അനുഗമിക്കുന്നവൻ ആ ക്രൂശ് എടുക്കാതെ അവനെ അനുഗമിക്കുവാൻ കഴിയത്തില്ല, ആ ലൈഫ് അനുഗമിക്കാൻ കഴിയത്തില്ല. ക്രൂശിലൂടെ അല്ലാതെ ക്രിസ്തുവിലുള്ള ഒരു ജീവിതം നമുക്ക് അനുഭവിക്കാൻ കഴിയത്തില്ല. നമ്മൾ എത്ര തിയോളജിയും വചനം മനസ്സിലാക്കിയാലും, എത്ര വചനങ്ങൾ നമ്മൾ എത്ര കേട്ടാലും ക്രൂശിലൂടെ കടന്നു പോകാതെ നമുക്ക് ജീവൻ അനുഭവിക്കാൻ കഴിയത്തില്ല. എത്ര സമാധാനം അനുഭവിക്കണമെങ്കിൽ, സന്തോഷം കർത്താവിന്റെ സന്തോഷം അനുഭവിക്കണമെങ്കിൽ, ആ ജീവൻ അനുഭവിക്കണമെങ്കിൽ നമ്മൾ ക്രൂശിലൂടെ കടന്നു പോകണം. അപ്പോൾ ഈ ക്രൂശിലൂടെ കടന്നു പോകുമ്പോൾ ക്രിസ്തുവിനുണ്ടായിരുന്ന സന്തോഷം, അതിന് മുമ്പിലുണ്ടായിരുന്ന സന്തോഷം എന്തായിരുന്നു? ഈ സന്തോഷം ഒരു വിശ്വാസി അറിഞ്ഞിരിക്കണം എന്നാണ് എബ്രായ ലേഖനക്കാരൻ പറയുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവിൻ. ഈ ക്ഷീണവും മടിപ്പും ഒക്കെ കുറെ കാലം ഈ ക്രിസ്തീയ ജീവിതത്തിൽ കുറെ കാലം കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാവും. കാരണം നമ്മുടെ ഈ സൈറ്റൊക്കെ നമ്മുടെ ആദ്യ കാലഘട്ടത്തിൽ നമ്മുടെ കാഴ്ചപ്പാട് ക്രിസ്തുവിലുണ്ടായിരുന്ന ധനത്തെ പറ്റിയും, ക്രിസ്തുവിലുണ്ടായിരുന്ന ധനത്തെ പറ്റിയും, അവൻ്റെ ഉള്ള സന്തോഷത്തെ പറ്റിയുള്ള ആ കാഴ്ചപ്പാടൊക്കെ കുറെ നാള് ജീവിതത്തിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് പതിയെ മാറി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ സന്തോഷം നമ്മുടെ മുമ്പിൽ നിന്ന് മാറും. ക്രിസ്തുവിനോട് കൂടിയുള്ള സന്തോഷം മാറും. പതിയെ ലോകത്തോടു കൂടിയുള്ള സന്തോഷത്തിലേക്ക് നമ്മൾ അറിയാതെ വഴുതി വിടും. കാരണം നമുക്ക് എപ്പോഴും റീച്ചബിൾ ആയിരിക്കുന്നത് ലോകമായിട്ടുള്ള സന്തോഷമാണ്, അല്ലെ? നമുക്ക് പെട്ടെന്ന് സുഖം കിട്ടുന്നത് നമ്മുടെ ജഡത്തിലായതുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ റീച്ച് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ കഴിയുന്നത് ജഡത്തിലുള്ള സുഖമാണ്. ക്രിസ്തുവിലുള്ള സന്തോഷം കണ്ടെത്തുന്നതിനേക്കാൾ എളുപ്പം ജഡത്തിൽ സന്തോഷം. അതുകൊണ്ട് സ്വാഭാവികമായും
നമ്മുടെ ഈ നിത്യമായ സന്തോഷം, ക്രിസ്തുവിനുണ്ടായിരുന്ന നിത്യമായതിനെ പറ്റിയുള്ള സന്തോഷം, ആ സന്തോഷം നമ്മുടെ മുമ്പിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ അത് മാറാൻ വേറെ ഒന്നും ചെയ്യണ്ട. നമ്മൾ ജഡത്തിൽ ചുമ്മാതെ ജീവിക്കുമ്പോൾ തന്നെ അത് മാറും. ആത്മാവിനാൽ നമ്മൾ കോൺഷ്യസ് ആയാലേ നമുക്ക് ഈ സന്തോഷം എപ്പോഴും നമ്മുടെ മുന്നിൽ ഇരിക്കുകയുള്ളൂ. അപ്പൊ ആത്മാവിനാൽ ജീവിക്കാത്തൊരു വ്യക്തിക്ക് ഈ സന്തോഷം കാണാൻ കഴിയത്തില്ല. ഇനി എന്താണ് ക്രിസ്തുവിനുണ്ടായിരുന്ന സന്തോഷം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. യോഹന്നാന്റെ സുവിശേഷം 12:27 പറയുന്നു, ഇപ്പോൾ എന്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു, ഞാൻ എന്ത് പറയണ്ടു, പിതാവേ ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, എങ്കിലും ഇത് നിമിത്തം ഞാൻ നാഴികയിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ കർത്താവ് ആ വേദനയുടെ മധ്യേ കർത്താവ് പറയാണ്, ഈ വേദന, എന്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു, താൻ കടന്നു പോകുന്നതിൽ ഏറ്റവും വലിയ വേദനയിലൂടെയാണ് താൻ കടന്നു പോകുന്നത്, ഇതിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അപ്പോൾ തന്നെ 28-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പിതാവേ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ, അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും എന്നൊരു ശബ്ദം ഉണ്ടായി. അപ്പോൾ കർത്താവ് ലോകത്തിൽ തന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന സന്തോഷങ്ങളിൽ ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ ഈ കഷ്ടതയിലൂടെ പിതാവിന്റെ നാമം മഹത്വം എടുക്കുന്നു എന്നുള്ളതായിരുന്നു. താൻ ക്രൂശിലൂടെ കടന്നു പോകാൻ പോകുന്നു, അതിലൂടെയാണ് പിതാവിന്റെ നാമം എന്നേക്കുമായി മഹത്വപ്പെടുവാൻ ഇടയാകുന്നത്. ഇന്ന് സകലരും പിതാവിനെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകുന്നത് നമ്മൾ പുത്രനിലൂടെ അല്ലേ മഹത്വപ്പെടുത്തുന്നത്? പുത്രനിലൂടെയാണ്. പിതാവ് പുത്രനെ അയച്ചു, അവന് സ്തോത്രം. അപ്പൊ നമ്മൾ ആ സ്തോത്രം പറയാൻ കാരണമായിരിക്കുന്നത് ആ ക്രൂശാണ്. അപ്പോൾ പിതാവിന്റെ നാമം എന്നേക്കുമായി മഹത്വപ്പെടുവാൻ കാരണമായിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്രൂശാണ്. ഇതുപോലെ തന്നെ നമ്മളും ക്രിസ്തുവിനോട് കൂടെ ക്രൂശീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നാം അവനോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ ഓരോ സെക്കൻഡുകളിലും മരണം അനുഭവിക്കുമ്പോൾ അവിടെ ക്രിസ്തു മഹത്വപ്പെടുകയും അവനോടുകൂടെ പിതാവ് മഹത്വപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ദൈവത്തിന്റെ നാമത്തിനെ മഹത്വപ്പെടുത്തേണ്ടതിന്, ദൈവനാമം മഹത്വം എടുക്കുന്നതിന് വേണ്ടി ഈ കഷ്ടതയിലൂടെ കർത്താവ് സന്തോഷം കണ്ടെത്തിയത്. ഇപ്പോൾ ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിനുണ്ടായിരുന്നത് തന്റെ ഈ കഷ്ടങ്ങളിലൂടെ ദൈവത്തിന്റെ നാമം മഹത്വം എടുക്കുന്നു എന്നുള്ളതായിരുന്നു. നമ്മുടെ ലൈഫിൽ ഈ ദൈവത്തിന്റെ നാമം മഹത്വം എടുക്കുന്നതിന് പല ഡയമെൻഷൻ ഉണ്ട്. നമ്മൾ ക്രിസ്തുവിനോട് കൂടെ കഷ്ടം സഹിക്കുമ്പോൾ, സന്തോഷിക്കുമ്പോൾ, ക്രിസ്തുവിനോടുകൂടെ ആ ലോകത്തോട് ക്രൂശ് അനുഭവിക്കുമ്പോൾ, ലോകത്തിന്റെ ഗ്ലോറിയോടും സന്തോഷത്തോടും എല്ലാം മരണം അനുഭവിക്കുമ്പോൾ, നമ്മൾ ഈ ലോകത്തിന്റെ മഹത്വത്തെ ഇല്ലാതെ ഡിസ്ചാർജ് ചെയ്യാണ്, അല്ലെ? ചാർജ് ഇല്ലാതാക്കുകയാണ്. ഈ ലോകത്തിന്റെ ഗ്ലോറി ക്രൂശിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് ലോകം എന്നോടും ഞാൻ ലോകത്തോടും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പൗലോസ് പറയുന്നത്. ലോകം അത് എന്നോടും ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. ലോകം മരിക്കപ്പെടുകയാണ്. ഞാൻ മാത്രമല്ല മരിക്കപ്പെടുന്നത്, ലോകവും ലോകത്തിന്റെ മഹത്വവും മരിക്കപ്പെടുകയാണ്. അപ്പൊ ഞാൻ മരണം അനുഭവിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ നാമം മഹത്വം എടുക്കുകയും അതുപോലെ തന്നെ ലോകത്തിന്റെ മഹത്വം മരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതാണ് ഒരു ജോയി, ക്രിസ്തുവിനുണ്ടായിരുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞു. മറ്റൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ കർത്താവിന് എന്തായിരുന്നു സന്തോഷം എന്നുള്ളതിന്റെ പൂർണ്ണതയിൽ ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എങ്കിലും വചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ചില സന്തോഷങ്ങൾ കർത്താവ് അനുഭവിച്ച ജീവിതത്തിൽ കർത്താവ് വെളിപ്പെടുത്തിയ ചില സന്തോഷങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 12-ാം അധ്യായം തന്നെ 31-ാമത്തെ വാക്യം. ഇപ്പോൾ ഈ സന്തോഷം എന്താണെന്ന് വളരെ ശ്രദ്ധിക്കണം. ഈ സന്തോഷം എന്താണെന്ന് തിരിച്ചറിഞ്ഞാലേ നമുക്ക് ഈ ക്രൂശ സന്തോഷത്തോടെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഇപ്പോൾ ഈ ലോകത്തിന്റെ ന്യായവിധിയാകുന്നു, ഇപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭുവിനെ പുറത്തു തള്ളിക്കളയും. കർത്താവിന്റെ മറ്റൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തന്റെ ഈ ക്രൂശീകരണത്തിലൂടെ എന്താണ് സംഭവിക്കുന്നത്? ഈ ലോകത്തിന്റെ പ്രഭുവിന്റെ ന്യായവിധിയാണ്, സാത്താന്റെ തോൽവിയാണ്, അവന്റെ ഭരണത്തെ ഇല്ലാതാക്കിയാണ്, അവന്റെ ഭരണം അവസാനിക്കുകയാണ് ചെയ്യുന്നത്. കൊലോസ്യ ലേഖനം അതിന്റെ 2:15 പറയുന്നു, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു, ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി, അവരെ പരസ്യമായ കാഴ്ചയാക്കി. എന്തിനെ? ക്രൂശിൽ എന്താണ് നടന്നത്? ലോകത്തിലൊരു മനുഷ്യൻ നോക്കുമ്പോൾ ഏറ്റവും അപമാനകരമായ ഒരു കാര്യത്തെ ആത്മീയമായി നോക്കുമ്പോൾ എന്താണ് അവിടെ ചെയ്യുന്നത്? അതിനെ തോൽപ്പിക്കുകയാണ് ചെയ്തത്. ലോകത്തിന്റെ മഹത്വത്തെ തന്റെ അപമാനം കൊണ്ട്, തന്റെ നിന്ന കൊണ്ട്, തന്റെ തോൽവി കൊണ്ട് തോൽപ്പിക്കുകയാണ് ചെയ്തത്. അതെങ്ങനെയാണ്? അതായത് ആ മഹത്വത്തിന്റെ ആവശ്യകത കർത്താവ് തന്റെ ലൈഫിലൂടെ തന്നെ ഇല്ലാതാക്കിയായിരുന്നു ചെയ്തിരുന്നത്. കർത്താവിനെ നോക്കിയേ, ലോകത്തിന്റെ ഒരു മഹത്വം പോലും തന്റെ ജീവിതത്തിൽ ഒരു അംശത്തിൽ പോലും എടുത്തിട്ടില്ല. കാരണം തന്റെ ലൈഫ് കൊണ്ട് ആ മഹത്വത്തെ ഇല്ലാതാക്കിയായിരുന്നു ചെയ്തത്. മഹത്വത്തെ ഇല്ലാതാക്കിയ തോൽപ്പിക്കുകയാണ് ചെയ്തത്. ലോകത്തിന്റെ മഹത്വത്തെ പരസ്യക്കോലമാക്കി അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി എന്നാ പറയുന്നത്. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു, ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ഈ ലോകത്തോടു കൂടെ കർത്താവ് ലോകത്തിൽ ക്രൂശീകരിക്കപ്പെട്ടപ്പോൾ ഇന്ന് ലോകത്തിലെ പല ആൾക്കാരും അതിനെ ഒരു വലിയ തോൽവിയായിട്ടാണ് കാണുന്നത്. സാധാരണ ഒരു മനുഷ്യൻ നോക്കുമ്പോൾ അതൊരു തോൽവിയായിട്ടാണ് കാണുന്നത്. ഞങ്ങളുടെ ഒരു റിലേറ്റീവ്, അവരോട് ഞാൻ സുവിശേഷം പറയാൻ നേരം അവര് പറഞ്ഞതാണ്,
യേശുവിനെ ക്രൂശിച്ചത് കള്ളനായിട്ടല്ലയോ, കള്ളത്തരം കാണിച്ചോണ്ടല്ലയോ ക്രൂശിച്ചത്, കള്ളന്മാരെ അല്ലയോ ക്രൂശിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. എന്തേലും ഒരു ശിക്ഷ എന്തേലും ഒരു കുറ്റം ചെയ്യാതെ എന്തെങ്കിലും ക്രൂശിക്കത്തില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായ ഒരു ലോകത്തിൽ ഒരു മനുഷ്യൻ നോക്കുമ്പോൾ എന്താണ് അവിടെ കാണുന്നത്? കർത്താവിനെ ക്രൂശിച്ചു. കർത്താവ് എന്തോ തെറ്റ് ചെയ്തു? അപമാനം സഹിക്കുന്നു, നിന്ന സഹിക്കുന്നു, വേദന സഹിക്കുന്നു. ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. പക്ഷേ പൗലോസ് ഇവിടെ പറയാണ് അവിടെ നടന്നത് എന്താണ്? അവിടെ കർത്താവിനെ അല്ല അപമാനമാക്കിയത്. ഈ പറയുന്ന വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ചയാക്കി. അവരുടെ മഹത്വത്തെ വലിച്ചു കീറുകയായിരുന്നു ചെയ്തത് കർത്താവ്. ലോകത്തിന്റെ മഹത്വത്തെ വലിച്ചു കീറുകയായിരുന്നു ചെയ്തത്. പക്ഷെ അത് ലോകത്തിലൊരു വ്യക്തിക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നില്ല. അതുപോലെ ക്രിസ്ത്യാനിയുടെ ജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തോട് തോൽക്കുന്നതാണ്. നമ്മൾ തോറ്റു കൊടുക്കുന്നതാണ്. അപ്പോൾ തോറ്റു കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ഒരാൾ ജയിക്കുന്നത്? തോറ്റു കൊടുക്കുമ്പോൾ ഒരാൾ ജയിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ദൈവത്തോടാണ് ആ ജയമുള്ളത്. മാത്രമല്ല, ലോകത്തിൽ എനിക്ക് ജയം വേണ്ട, ദൈവത്തോടു കൂടെ മറ്റൊരു ജയമുണ്ട് എന്നുള്ളതാണ് അവിടെ എടുത്തു വെക്കുന്നത്. അപ്പോൾ ഇതിന് ആത്മീയമായ ഒരുപാട് ജയങ്ങളുണ്ട്, ആത്മീയമായി ഉയർച്ചകളുണ്ട്. ലോകത്തിൽ ക്രിസ്തുവിനോടുകൂടെ തോൽക്കപ്പെടുന്നവൻ ജയിക്കപ്പെടുകയും സഹിക്കുന്നവൻ വാഴുകയും കഷ്ടം അനുഭവിക്കുന്നവൻ സന്തോഷം അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. നേർ വിപരീതമാണ്. അപ്പോൾ ഈ സന്തോഷവും ക്രിസ്തുവിനോട് കൂടെയുള്ള സന്തോഷവും വാഴ്ചയും ആ മഹത്വവും കാണുന്നവർക്കേ ലോകത്തിലുള്ള സന്തോഷം അവോയ്ഡ് ചെയ്യാൻ കഴിയത്തുള്ളൂ, അല്ലെ? ആരുടെ മുന്നിൽ നീതി തെളിയിക്കേണ്ടി വരാതെ, ആരുടെ മുന്നിൽ നീതി തെളിയിക്കാതെ കർത്താവ് ന്യായമായി വിധിക്കുന്നവന്റെ ഭരമേൽപ്പിക്കാൻ നമുക്ക് കഴിയുന്നത് എന്താണ്? എങ്ങനെ കഴിയത്തുള്ളൂ? ഈ പറയുന്ന വരാനിരിക്കുന്ന കർത്താവിനോട് കൂടെയുള്ള ആ മഹത്വം കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു. ഈ സാത്താൻ നമ്മുടെ ഓരോ ജീവിതത്തിലും, നമ്മുടെ ഓരോ സാഹചര്യത്തിലും തോക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സഹോദരൻ എന്റെ നേരെ വന്നു, എനിക്ക് അവകാശമായതെല്ലാം തട്ടിയെടുത്തു. നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് ജഡരക്തങ്ങളോട് ഒരു പോരാട്ടവും ഇല്ല. നമുക്ക് പോരാട്ടമുള്ളതും നമുക്ക് യുദ്ധമുള്ളതും ആത്മീകമാണ്, നമ്മൾക്ക് മത്സരമുള്ളതും ആത്മീകമാണ്. അപ്പോൾ പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾ ജയിച്ചു എന്ന് കാണുന്നത് ആത്മീകമായി ജയിച്ചു എന്നുള്ളതിനെയാണ്. ആ യുദ്ധം ആരോടാണ്? ലോകത്തിന്റെ പ്രഭുവിനോടും ലോകത്തിന്റെ മഹത്വത്തോടുമാണ്. നമുക്ക് ലോകത്തോടെ ഒരു വ്യക്തികളോടും ശത്രുതയില്ല. കാരണം അവരെല്ലാം പോയി കിടക്കുന്ന ആൾക്കാരാണ്. അവരോട് ഇനി ശത്രുതയൊന്നും കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അവരെല്ലാം നഷ്ടപ്പെട്ട് കിടക്കുന്ന ആൾക്കാരാണ്. അവരോട് ഇനി രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ സുവിശേഷം പറയാന്നുള്ളതേ ഉള്ളൂ, അവരെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ, അല്ലെ? അല്ലാതെ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. അപ്പൊ ഒരു പൊട്ടക്കണ്ടി കിടക്കുന്ന ഒരുത്തൻ കിടന്ന് ആരടാ ഏടാന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നേരെ ചാടിക്കടിക്കുകയാണെന്ന് വെച്ചോ. നമുക്കറിയാം അവൻ കണ്ടി കിടക്കുകയാണ്, ഞാൻ പുറത്ത് കിടക്കുകയാണ്, അവൻ ഇറങ്ങോട്ട് കയറി വന്നാൽ നിന്നെ തീർത്ത് കളയും എന്നൊക്കെ പറയും. അപ്പൊ നമുക്കത് എന്തേലും ഏക്കുവോ? ഇല്ല. നമുക്ക് അങ്ങനെയുള്ള കാഴ്ചയിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഏശത്തില്ല. കർത്താവിന് അതൊന്നും ഏശിയിട്ടില്ല. കർത്താവിന്റെ യുദ്ധം ആരോടായിരുന്നു? ഈ ആത്മീകമായ യുദ്ധമായിരുന്നു. വാഴ്ചകളോടും അധികാരങ്ങളോടുമായിരുന്നു യുദ്ധം. കർത്താവ് ആ യുദ്ധത്തിൽ അവരെ തോൽപ്പിക്കുകയും ചെയ്തു. തന്റെ മരണത്തിലൂടെയാണ് അതിനെ തോൽപ്പിച്ചത്. തന്റെ ക്രൂശിലെ മരണത്തോടാണ് താൻ അതിനെ തോൽപ്പിച്ചത്. ലോകത്തിന്റെ എല്ലാ മനോഹരത്തെയും കർത്താവ് തോൽപ്പിച്ചു. അപ്പോൾ അവിടെ ഒരു ആത്മീക യുദ്ധമാണ് നടന്നത്. നമുക്ക് കാണാൻ കഴിയാത്തതാണ്. നമ്മൾ ഒരു ശത്രു അല്ലെങ്കിൽ ഏതൊരു വ്യക്തി നമ്മളോട് എതിർക്കുമ്പോൾ, നമ്മൾ അവരുടെ മുന്നിൽ തോറ്റു കൊടുക്കുമ്പോൾ, അവിടെ ഭൗതികമായി നോക്കുമ്പോൾ തോക്കുന്നത് പോലെ കാണുന്നുണ്ടെങ്കിലും ആത്മീകമായി നമ്മൾ ജയിക്കുകയാണ് ചെയ്തത്. ക്രിസ്തുവിന്റെ രാജ്യത്തിന്റെ മഹത്വമാണ് നമ്മൾ എടുത്തു വെക്കുന്നത് ആത്മീകമായി. അപ്പൊ ദൈവം പറയുന്നത്, കണ്ടോടാ എന്റെ മക്കള്, കണ്ടോ, അവൻ എന്റെ രാജ്യത്തെ പറ്റി നല്ല ബോധ്യമുള്ളവനാ, അവൻ എന്റെ രാജ്യത്തിന് വേണ്ടി ജീവിക്കുന്നവനാ. അപ്പോൾ അവിടെ ആത്മീകമാണ്, എല്ലാം ആത്മീകമാണ്. കൊലോസ്യ ലേഖനം അതാണ് 2:15 പറയുന്നത്. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ചയാക്കി. ഏത് സാഹചര്യത്തിലും ഈ സാത്താനെ തോൽപ്പിക്കുകയാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. ഒരു വ്യക്തി എന്റെ മുന്നിൽ വരുമ്പോഴും അവനെ തോൽപ്പിക്കുന്നത് ഞാൻ അവന്റെ മുന്നിൽ തോൽക്കുകയല്ല, സാത്താനെ തോൽപ്പിക്കുകയാണ്. അവന്റെ മുന്നിൽ ഞാൻ തോക്കുന്നു, എങ്കിലും എന്റെ ശത്രു അവനല്ല. ആരാണ് ശത്രു? നമുക്ക് ആർക്കെങ്കിലും ശത്രുക്കളുണ്ടോ? നമുക്കൊരു ശത്രുവേ ഉള്ളൂ, അത് സാത്താനാണ്. വേറെ ശത്രുക്കൾ ആരുമില്ല. ബാക്കിയുള്ളവരെല്ലാം ബലഹീനന്മാരാണ്. അവർക്ക് അവരുടെ കുറവുകൾ കൊണ്ട് അവർ ഓരോന്നൊക്കെ പറയുന്നതാണ്. അല്ല, അവിടെ നമ്മൾ ക്രിസ്തുവിന്റെ അതേ കാഴ്ചപ്പാട് ധരിക്കുകയാണെങ്കിൽ, ആത്മീകമായത് നമ്മുടെ ഉള്ളിൽ വരികയാണെങ്കിൽ, നമ്മൾ ആത്മീകമായ വ്യൂ പോയിന്റുകളിൽ നിന്നാണ് നോക്കുന്നതെങ്കിൽ നമുക്ക് ഇതിനോടൊന്നും ഒരു എതിർപ്പും ഉണ്ടാകത്തില്ല. നമ്മൾക്ക് യഥാർത്ഥമായ ശത്രു അവൻ മാത്രമാണ്, വേറെ ശത്രുക്കളൊന്നും ശത്രുവല്ല. അപ്പോൾ ഞാൻ ഇയാളെ സ്നേഹിക്കുമ്പോൾ, അയാളുടെ മുന്നിൽ തോറ്റു കൊടുക്കുമ്പോൾ ഞാൻ ജയിക്കുകയാണ് ചെയ്യുന്നത്, സത്യം പറഞ്ഞു. അപ്പോൾ ഇതാണ് ഇവിടെ കർത്താവിന്റെ ലൈഫ് കൊണ്ട്, തന്റെ മുന്നിൽ ഉണ്ടായിരുന്ന തന്റെ ആ ക്രൂശിലെ മരണം കൊണ്ട് തന്റെ മുന്നിൽ ഉണ്ടായിരുന്ന ഒരു സന്തോഷം എന്താണ്?
താൻ പിശാചിനെ തോൽപ്പിക്കുകയാണ്, അവന്റെ അധികാരം തീർന്നു എന്നുള്ളതായിരുന്നു മറ്റ് ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മൂന്നാമത്തെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 17-ാം അധ്യായം 13-ാമത്തെ വാക്യം. ഇപ്പോഴോ ഞാൻ നിന്റെ അടുക്കൽ വരുന്നു, എന്റെ സന്തോഷം അവർക്കുള്ളിൽ പൂർണ്ണമാകേണ്ടതിന് ഇത് ലോകത്തിൽ വെച്ച് സംസാരിക്കുന്നു. കർത്താവിന്റെ മറ്റൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവിന്റെ അടുക്കലേക്ക് പോകുന്നു എന്നുള്ളതായിരുന്നു. താൻ ഈ ക്രൂശിലൂടെ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നു, പിതാവിന്റെ ഹിതം നിറവേറ്റിയിരിക്കുന്നു, ഇനി എത്രയും പെട്ടെന്ന് പിതാവിന്റെ അടുക്കലേക്ക് താൻ കടക്കുന്നു എന്നുള്ളതായിരുന്നു കർത്താവിന്റെ മറ്റൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 15-ാം അധ്യായം 4-മുള്ള വാക്യം. അതുപോലെ തന്നെ കർത്താവിന്റെ സന്തോഷത്തിൽ ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രക്ഷിക്കപ്പെടും എന്നുള്ളതാണ്. നമ്മൾ രക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് മറ്റൊരു സന്തോഷം. ലൂക്കോസിന്റെ സുവിശേഷം 15-ന്റെ 4 മുതലുള്ള വാക്യത്തിൽ പറയുന്നു, നിങ്ങളിൽ ഒരു ആൾക്ക് 100 ആടുണ്ട് എന്നിരിക്കട്ടെ. അതിൽ ഒന്ന് കാണാതെ പോയാൽ അവൻ 99 മരുഭൂമിയിൽ വിട്ടേച്ച് ആ കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കുമോ? കണ്ടുകിട്ടിയാൽ സന്തോഷിച്ച് ചുമലിലെടുത്ത് വീട്ടിൽ വന്ന് സ്നേഹിതന്മാരെയും അയൽക്കാരെയും വിളിച്ചുകൂട്ടി, കാണാതെ പോയ എന്റെ ആടിനെ കണ്ടുകിട്ടിയത് കൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പിൻ എന്ന് അവരോട് പറയും. ഇവിടെ 5-6 വാക്യങ്ങളിൽ പറയുന്നു, കണ്ടുകിട്ടിയാൽ സന്തോഷിച്ച് ചുമലിലെടുത്ത് വീട്ടിൽ വന്ന് സ്നേഹിതന്മാരെയും അയൽക്കാരെയും വിളിച്ചു കൂട്ടും, എന്നിട്ട് അവരോട് കൂടെ സന്തോഷിക്കും എന്നാ പറയുന്നത്. അപ്പോൾ കർത്താവിന്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയവരെ തിരിച്ചു ഒരു പാപി രക്ഷിക്കപ്പെടുന്നത് കർത്താവിന്റെ സന്തോഷമാണ്. ഇപ്പൊ ക്രിസ്തു ക്രൂശിൽ വേദന അനുഭവിക്കുമ്പോൾ കർത്താവിന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ രക്ഷിക്കപ്പെടാൻ പോകുന്നു എന്നുള്ളതായിരുന്നു കർത്താവിന്റെ സന്തോഷം. നമ്മളൊക്കെ രക്ഷയിലേക്ക് കടക്കുന്നു എന്നുള്ളതായിരുന്നു കർത്താവിന്റെ സന്തോഷം. ഇതുപോലെ തന്നെ നമുക്കും ഈ ലോകത്തിനോട് കൂടെ കഷ്ടം അനുഭവിക്കുമ്പോൾ നമുക്കും ഉണ്ടാകേണ്ട ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ ഒരു സഹോദരങ്ങളുടെ മുന്നിലായാൽ തന്നെയും, ഇപ്പൊ സഹോദരങ്ങളുടെ മുന്നിൽ ക്ഷമിക്കുമ്പോൾ, അവരുടെ മുന്നിൽ നമ്മളെ തോൽപ്പിക്കാനായിട്ട് നമ്മൾ തന്നെ തോൽക്കാനായിട്ട് വിട്ടുകൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ സഹോദരങ്ങളെക്കാളും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ പാപികളാൽ ഉപദ്രവം സഹിക്കുമ്പോഴാണ്. ഈ പാപികളുടെ മുന്നിൽ തോറ്റു കൊടുക്കുമ്പോൾ അവിടെ നമുക്കൊരു മനോഭാവം ഉണ്ട്. എന്താണ്? കർത്താവിനുണ്ടായിരുന്ന അതേ മനോഭാവം, ഇവർ രക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് മനോഭാവം. അപ്പൊ എവരിലേക്ക് ഒരു രക്ഷ, ക്രിസ്തുവിലൂടെയുള്ള എന്റെ ആ ജീവൻ, അത് എവരുടെ ഉള്ളിൽ ഒരു രക്ഷാകര മാർഗത്തിലേക്ക് അവരെ നയിക്കണം എന്നുള്ളതും കൂടെയാണ് നമ്മുടെ ആ ഒരു നിമിഷത്തിൽ നമ്മുടെ സന്തോഷം. അവിടെ കർത്താവ് നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന്റെ ഓർത്തിട്ട് അവിടെ നമ്മുടെ മുന്നിൽ തോറ്റു തന്നു ആ സന്തോഷം, അതായത് നമ്മുടെ മുന്നിൽ തോറ്റു തന്നു. അതിന് കാരണം നമ്മൾ രക്ഷിക്കപ്പെടുന്നു. നമ്മൾ ശത്രുക്കളാണ്. അതുപോലെ തന്നെ ശത്രുക്കൾ രക്ഷിക്കപ്പെടുന്നതിലായിരുന്നു കർത്താവിന്റെ സന്തോഷം. ഇതുപോലെ തന്നെ പാപികളായ നമ്മുടെ ചുറ്റിനുമുള്ളവർ നമ്മുടെ നേരെ ഉപദ്രവിക്കാൻ വരുമ്പോൾ, നമുക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ ഈ ശത്രുക്കൾ രക്ഷിക്കപ്പെടണം എന്നുള്ള ആഗ്രഹം ആണ് അവരുടെ അക്രമത്തെ സന്തോഷത്തോടെ ഏറ്റുവാങ്ങാനുള്ള വേറൊരു സന്തോഷം അല്ലേ? എന്റെ ലൈഫിൽ ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ആദ്യ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ ചില വ്യക്തികളിലൂടെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നപ്പോൾ അവിടെ നമ്മൾ അവർക്ക് തോറ്റു കൊടുക്കുന്നുവെങ്കിലും ആ തോറ്റുകൊടുപ്പിലൂടെ അവർക്ക് ക്രിസ്തുവിനെ കണ്ടെത്താൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം, എന്നെ കൊണ്ട് അത് കഴിയത്തില്ല, നമ്മുടെ വിശ്വാസമാണ്. അപ്പോൾ ആ വിശ്വാസം നമുക്കൊരു സന്തോഷത്തെ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? ഒരാളുടെ മുന്നിൽ തോറ്റു കൊടുക്കുമ്പോൾ ആ സഹോദരൻ അത് രക്ഷയ്ക്കായി കാരണമായേക്കാം എന്നുള്ള ഒരു വിശ്വാസം, അത് നമ്മുടെ ഉള്ളിൽ ഒരു സന്തോഷത്തെ കൊണ്ടുവരും. അപ്പോൾ ആ ക്രിസ്തു ക്രൂശിൽ അനുഭവിച്ച അതേ സന്തോഷത്തിലേക്കാണ് നമ്മളും അവിടെയും ഓഹരിക്കാരായി മാറുന്നത്. ഇനി മറ്റൊരു സന്തോഷമാണ് യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 17-ാം അധ്യായം 5-ാമത്തെ വാക്യം. വായിക്കാം. ഉണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. അതുപോലെ തന്നെ 17-ന്റെ 24 വായിക്കാം. പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോട് കൂടെ ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ആദ്യം കർത്താവ് പറഞ്ഞു, ഈ കർത്താവിന്റെ സന്തോഷം എന്തായിരുന്നു? കർത്താവിന്റെ സന്തോഷം പിതാവിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വം, ആ മഹത്വത്തിലേക്ക്, അതിന്റെ അർത്ഥം ഇവിടെ പലരും തെറ്റിദ്ധരിക്കുന്ന കർത്താവിന് നഷ്ടപ്പെട്ടു പോയ ആ മഹത്വത്തിലേക്ക് തിരിച്ചു കയറാനുള്ള ഒരു കഴിവ് സ്വയമായി ഇല്ലാത്തത് കൊണ്ട് കർത്താവ് പിതാവിനോട് അങ്ങനെയല്ല. അവിടെ പിതാവിനോട് കൂടെയുള്ള ആ കൂട്ടായ്മയിലുള്ള മഹത്വമാണ് അവിടെ പറയുന്നത്. ആ കൂട്ടായ്മയിൽ പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് ഒരുമിച്ചുള്ള കൂട്ടായ്മയിലുള്ള മഹത്വം തരണമേ എന്നുള്ള അതായിരുന്നു കർത്താവിന്റെ സന്തോഷം. ഇനി ഇത് നമ്മുടെ കേസിലേക്ക് പറയുകയാണെങ്കിൽ ഇത് തന്നെ 24-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോട് കൂടെ ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു.
അപ്പോൾ നമ്മൾ കർത്താവ് കഷ്ടം അനുഭവിച്ചത് പിതാവിനോട് കൂടെയുള്ള കൂട്ടായ്മയിലുള്ള മഹത്വം കണ്ടിട്ടാണ്. നമ്മൾ കഷ്ടം അനുഭവിക്കുന്നത് ഇതേ കർത്താവ് കണ്ടൊരു വിഷൻ ഉണ്ടല്ലോ, ക്രിസ്തുവിനോട് കൂടെ ആ കൂട്ടായ്മയിൽ നമ്മൾ അനുഭവിക്കേണ്ടതിന് വേണ്ടിയാണ്. മനസ്സിലായോ? കർത്താവും പിതാവും പുത്രനുമായിട്ടുള്ള ആ കൂട്ടായ്മ നിത്യതയിൽ അവൻ തേജസ്കരിക്കപ്പെട്ടിരിക്കുന്ന ആ കാഴ്ച, അത് നമ്മുടെ കണ്ണിനും സന്തോഷം നൽകുന്നതാണ്. അത് നമ്മളും കാണേണ്ടതിന് വേണ്ടിയാണ്. അത് നമ്മളും കാണേണ്ടതിന് വേണ്ടി ഒരു സന്തോഷം നമ്മുടെ ഉള്ളിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഇത് സഹിക്കാൻ കഴിയുന്നത്, സന്തോഷിക്കാൻ കഴിയുന്നത്. പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോട് കൂടെ ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. അപ്പോൾ കർത്താവിനുണ്ടായിരുന്ന സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവിനോട് കൂടെ ഉണ്ടായിരുന്ന ആ ഗ്ലോറിയസ് ആയിട്ടുള്ള കൂട്ടായ്മ, അതിലേക്ക് താൻ തിരികെ വരണം. അപ്പോൾ അതാണ് തന്റെ മുന്നിലുള്ള ഈ ക്രൂശിലൂടെ കടന്നു പോയിട്ട് വേണം താൻ അവിടേക്ക് പ്രവേശിക്കുവാൻ. നമ്മളും ലോകത്തില് ഈ ക്രൂശ് അനുഭവിച്ച് ഓരോ ദിവസവും കടന്നുപോയിട്ട് വേണം, നമ്മൾ വിശുദ്ധീകരണം പ്രാപിച്ചിട്ട് വേണം നമ്മൾ പറയുന്നത്, നമ്മൾ ആ ക്രിസ്തുവിന്റെ പിതാവിന്റെ കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കുവാൻ. അപ്പോൾ നമ്മുടെ മുന്നിലും ഇരിക്കുന്ന ഒരു സന്തോഷം എന്താണ്? ഈ പിതാവിനോടും പുത്രനോടും കൂടെയുള്ള ഈ കൂട്ടായ്മയിൽ ഉണ്ടാകുന്ന ആ ഗ്ലോറിയസ് ആയിട്ടുള്ള ആ കൂട്ടായ്മയിലുള്ള സന്തോഷമാണ് നമ്മുടെ മുന്നിലിരിക്കുന്ന മറ്റൊരു സന്തോഷം. അതാണ് എബ്രായ ലേഖനക്കാരൻ പറയുന്നത്. അതിന്റെ 12-ാം അധ്യായം നമ്മൾ മുമ്പ് വായിച്ചല്ലോ. ആകയാൽ നാം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. പിതാവിന്റെ വലതുവശത്തുള്ള രാജ്യത്വം എന്ന മഹത്വമാണ്. ആ രാജ്യത്വത്തിലേക്കാണ് തിരികെ ചേർക്കുന്നത്. ഈ രാജ്യത്തിലേക്ക് തിരികെ ചേർക്കുമ്പോൾ യോഹന്നാൻ 17-ന്റെ 24-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ, ആ മഹത്വം നമ്മളും കാണണമെന്ന്. അപ്പോൾ ആ മഹത്വം നമ്മൾ കാണുന്ന എപ്പോഴാണ്? ക്രിസ്തു രാജാവായിരിക്കുന്ന, അല്ലെ, പിതാവിന്റെ വലതുവശത്ത് രാജാവായ രാജ്യത്വം. പിതാവിന്റെ വലതുവശം എന്ന് പറയുമ്പോൾ അധികാരമാണ് അവിടെ കാണിക്കുന്നത്, രാജ്യത്വം. ആ രാജ്യത്വത്തിലേക്കാണ് നമ്മളും വരേണ്ടതിന്. ആ മഹത്വമാണ് രാജ്യത്വത്തിന്റെ, ക്രിസ്തു രാജാവായിരിക്കുന്ന രാജ്യത്തിന്റെ മഹത്വമാണ് നമ്മുടെയും സന്തോഷം, ഒരു ക്രിസ്ത്യാനിയുടെയും സന്തോഷം എന്ന് പറഞ്ഞു. ഇപ്പൊ കുഞ്ഞാടിന്റെ രാജ്യം, അതാണ് അവന്റെ രാജ്യം വരയണമേ എന്ന് നമ്മുടെ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയ്ക്കകത്തില്ലേ. അപ്പോൾ ആ രാജ്യം വരുന്നത് ആണ് നമ്മുടെ മറ്റൊരു സന്തോഷം. ക്രിസ്തുവിന്റെ സന്തോഷം അത് തന്നെയായിരുന്നു. ആ സന്തോഷത്തിലേക്കാണ് നമ്മളും അവൻ മുഖാന്തരം പ്രവേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സന്തോഷങ്ങളാൽ കർത്താവ് ലോകത്തിൽ താൻ നേരിട്ട അപമാനം അലക്ഷ്യമാക്കി എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പൊ കർത്താവ് ലോകത്തിൽ ഒരു സാറ്റിസ്ഫാക്ഷനും ഇല്ലായിരുന്നു, ഒരു സന്തോഷവും ഇല്ല, ലോകത്തോട് ഒരു സെറ്റിൽമെന്റും ഇല്ലായിരുന്നു, ഒരു സമാധാനവും കർത്താവ് കണ്ടെത്താൻ ശ്രമിച്ചില്ല. ആ സമാധാനമാണ് നമുക്ക് തന്നിച്ചു പോകാന്ന് പറയുന്നത്. ആ സമാധാനം ലോകത്തോട് സമാധാനമുള്ള സമാധാനമല്ല. എന്റെ സമാധാനം ഞങ്ങൾക്ക് തന്നിച്ചു പോകുന്നു എന്നാ പറയുന്നത്. അത് ലോകം തരുന്നതല്ല എന്നാ പറയുന്നത്. അപ്പോൾ ലോകം തരാത്ത പിതാവിനോന്റെ കൂട്ടായ്മയിൽ, പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് ഉള്ള കൂട്ടായ്മയിൽ, പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും കൂട്ടായ്മയിൽ താൻ അനുഭവിച്ച ആ സന്തോഷത്തിലേക്ക് ആണ് ആ സന്തോഷത്തിലായിരുന്നു തന്റെ സാറ്റിസ്ഫാക്ഷൻ മുഴുവനും. അത് കർത്താവ് തന്നെ പറയുന്നുണ്ടല്ലോ, താൻ പിതാവിനെ സ്നേഹിച്ചു എന്നും പിതാവ് തന്നെ സ്നേഹിക്കുന്നു എന്നും. പുത്രന്റെ മുഴുവൻ സന്തോഷവും പരിശുദ്ധാത്മാവിലുമായിരുന്നു. ഇതുപോലെ തന്നെ ഒരു വിശ്വാസിക്ക് ലോകത്തിൽ സമാധാനമുള്ളതും സന്തോഷമുള്ളതും ഈ കാര്യങ്ങളിൽ മാത്രമാണ്. ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ സുഖം, സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സന്തോഷങ്ങളാണ്. ഈ പറഞ്ഞിരിക്കുന്നതാണ് അവന്റെ സന്തോഷം. വേറെ ഒന്നിലും അവൻ സന്തോഷം കണ്ടെത്താൻ അന്വേഷിച്ചാൽ കിട്ടത്തുമില്ല. താൽക്കാലികമായൊക്കെ കിട്ടുമായിരിക്കും, പക്ഷെ നമുക്ക് ആ സാറ്റിസ്ഫാക്ഷൻ അതിനകത്ത് കിട്ടുകയില്ല. സങ്കീർത്തനം അതിന്റെ 16-ാം അധ്യായം 11-ാമത്തെ വാക്യം, ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലതുഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട്. അപ്പോൾ സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നത്, നിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതയുണ്ട്, വേറെ എങ്ങുമില്ല സന്തോഷത്തിന്റെ പരിപൂർണത. നിന്റെ സന്നിധിയിൽ മാത്രമുള്ള സന്തോഷത്തിന്റെ പരിപൂർണത, നിന്റെ വലതുഭാഗത്ത് എന്നും പ്രബോധങ്ങളും ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? ഇതൊരു വിശ്വാസിക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രമേ ആ വിശ്വാസിക്ക് ഒരു വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ കഴിയത്തുള്ളൂ, സ്റ്റേബിൾ ആയിരിക്കാൻ കഴിയത്തുള്ളൂ, എന്താ പറയുന്നത്, കലങ്ങാതിരിക്കാൻ കഴിയത്തുള്ളൂ, പല കാര്യങ്ങളാൽ വ്യാകുലപ്പെടാതിരിക്കാൻ കഴിയത്തുള്ളൂ, എല്ലാവരുടെയും മുന്നിൽ സമാധാനം ആചരിക്കാൻ കഴിയത്തുള്ളൂ. എല്ലാത്തിനും മുന്നിൽ സമാധാനം ആചരിക്കാൻ കഴിയണമെങ്കിൽ ഈ ജഡരക്തങ്ങളോടും ഇതിനോടൊന്നും അല്ല നമുക്ക് യുദ്ധമുള്ളത്. നമ്മൾ അപ്പൊ ഇലക്ട്രിസിറ്റി
ബില്ലടയ്ക്കാൻ പോയപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ല് റിസപ്ഷനിസ്റ്റ് അവനോട് ഒരു വല്ലാത്തൊരു നോട്ടം നോക്കിയിട്ട് മാറി ബാക്കിലോട്ട് നിൽക്കണോ എന്ന് പറയുമ്പോൾ നമ്മുടെ സമാധാനം അവിടെ അല്ല പോകുന്നത്. അവര് നമ്മുടെ ഉപദ്രവകാരിയും അല്ല. അപ്പോൾ നമുക്ക് വളരെ സമാധാനത്തോടെ ബാക്കിലോട്ട് നിൽക്കാൻ കഴിയുന്നത് എപ്പോഴാണ്? നമ്മുടെ സന്തോഷവും സമാധാനവും അവിടെ അല്ലെങ്കിലേ നമുക്ക് ബാക്കിലോട്ട് നിൽക്കാൻ കഴിയത്തുള്ളൂ. നമ്മൾ അവിടെ തോറ്റു കൊടുക്കുമ്പോൾ, ആ സഹോദരന്റെ മുന്നിൽ അല്ലെ സഹോദരന്റെ മുന്നിൽ തോറ്റു കൊടുക്കുമ്പോൾ അവിടെ ആ സഹോദരി ജയിച്ചു എന്ന് നമുക്ക് തോന്നുമെങ്കിൽ നമ്മൾ ജഡപ്രകാരമാണ് കാണുന്നത്. എന്നാൽ നമ്മൾ ജയിച്ചു എന്ന് തോന്നുമെങ്കിൽ, നമ്മൾ ബാക്കിലോട്ട് നിൽക്കുമ്പോൾ നമ്മൾ ആ ജയിച്ചു എന്ന് തോന്നുമെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളെയും നിത്യതയുടെ വ്യൂ പോയിന്റിലാണ് കാണുന്നതെന്നാണ് അതിന്റെ അർത്ഥം. ഇങ്ങനെ എല്ലാ സാഹചര്യങ്ങളും, ഷോപ്പിൽ പോകുമ്പോൾ ആയിക്കോട്ടെ, കടയിൽ പോകുമ്പോൾ ആയിക്കോട്ടെ, പെട്രോൾ അടിക്കാൻ പോകുമ്പോൾ പെട്രോൾ അടിക്കുന്ന ആൾക്കാർ പെട്രോൾ പമ്പിൽ ചെന്നപ്പോൾ പെട്രോൾ പമ്പുകാരൻ പെട്രോൾ ഇങ്ങനെ ഒഴിക്കുകയാണ്. എന്നിട്ട് എടുത്ത് പെട്ടെന്ന് വലിച്ചപ്പോൾ കുറച്ച് എണ്ണ അവിടെ ഇവിടെ എല്ലാം വീണു. ഇവൻ എന്റെ പൈസക്ക് ഒരു വിലയും കൽപ്പിക്കുന്നില്ലല്ലോ. അപ്പോൾ അവിടെ ഹേർട്ടായി. അപ്പൊ അവനെ ഒന്ന് പഠിപ്പിക്കണം. അപ്പോൾ ഞാൻ ജയിക്കണം, എല്ലായിടും നമ്മൾ ജയിക്കണം എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. നമുക്ക് നീതി കിട്ടണം, നമ്മൾ ജയിക്കണം. ശരിക്കും നമ്മൾ ജയിക്കുന്നുണ്ടോ? ആത്മീയമായി നോക്കി എവിടെയും നമ്മൾ ഒന്നും കിട്ടുന്നില്ല. സമ്പത്ത് കിട്ടിയെന്ന് നമ്മൾ വിചാരിക്കുന്നു, സമ്പത്ത് കിട്ടി, ബാക്കി ആർക്കും കൊടുക്കാതെ എനിക്ക് തന്നെ കൂടുതൽ കിട്ടി, അവര് കൂടുതൽ എടുത്തില്ല, എനിക്ക് തന്നെ കൂടുതൽ കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എന്തെങ്കിലും സമ്പത്ത് കിട്ടിയോ? ഇല്ല. ആ ലോകത്തിന്റെ സമ്പത്ത് കിട്ടി, പക്ഷെ യഥാർത്ഥ സമ്പത്ത് കളഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് പല കാര്യങ്ങളും നമ്മൾ ആത്മീയമായി നോക്കുമ്പോൾ, ആത്മീയമായതിലേക്ക് എല്ലാം ഒരു എന്താ പറയാ, നമ്മുടെ ആ ലെൻസ് ഒന്ന് മാറ്റി ആത്മീയമായ ഒരു ലെൻസ് വെക്കുമ്പോൾ, വേൾഡ് വ്യൂ, നമ്മുടെ വേൾഡ് വ്യൂ മാറി ക്രിസ്തുവിന്റെ വേൾഡ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ ആണ് നമുക്ക് എല്ലാത്തിലും വ്യത്യസ്തമായി കാണാൻ കഴിയും. യഥാർത്ഥ നമ്മുടെ യുദ്ധം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് എവിടെ സമാധാനം കണ്ടെത്താൻ കഴിയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ കർത്താവ് ലോകത്തിൽ ഒരു മഹത്വവും അന്വേഷിച്ചില്ല. കർത്താവ് ആരോടും ജയിക്കാൻ നോക്കിയില്ല. കർത്താവ് എല്ലായിടും തോറ്റു കൊടുത്തത്. കർത്താവ് തന്റെ ഒരു നീതിയും കാണിക്കാൻ എവിടെയും ശ്രമിച്ചില്ല. എന്തുകൊണ്ടാ? കാരണം കർത്താവ് അങ്ങനെ ജീവിച്ചിട്ടാണ് ഈ പിശാചിനെ തോപ്പിച്ചേ, ഈ ലോകത്തെ തോപ്പിച്ചേ. ഇതേ ജയത്തിലേക്കാണ് നമ്മളും വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഇതേ യുദ്ധത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ലോകത്തോടുള്ള ഒരു യുദ്ധമാണ്, പിശാചിനോടുള്ള ഒരു യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ നമുക്ക് മുമ്പായി കടന്ന് നമുക്ക് വേണ്ടി ഈ യുദ്ധം ജയിച്ച് സകലതിനെയും തോപ്പിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവാനാണ് വചനം പറയുന്നത്. ക്രിസ്തുവിനെ ധരിച്ചു കഴിയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് യുദ്ധമൊന്നും ചെയ്യുന്നില്ല. നമ്മൾ ക്രിസ്തു ധരിക്കപ്പെടുമ്പോൾ ആ യുദ്ധം, കർത്താവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ, ആ ജീവനിൽ നമ്മൾ ആയിരിക്കുമ്പോൾ, ക്രിസ്തു ആ ജീവിക്കുന്നെങ്കിൽ ഇതിനോടെല്ലാം എന്താ പറയുക, കീഴടങ്ങുകയല്ലേ ചെയ്യത്തുള്ളൂ, സ്വയം തോറ്റു കൊടുക്കുകയേ ചെയ്യത്തുള്ളൂ. ലൈഫിനെ നമുക്ക് ഇതിനെയൊക്കെ ഓവർകം ചെയ്യാനും കഴിയത്തുള്ളൂ. മത്തായിയുടെ സുവിശേഷം അതിന്റെ 4-ാം അധ്യായം 8 മുതലുള്ള വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. 4-ന്റെ 8 മുതലുള്ള വാക്യം: പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്നൊരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. എന്നെ വീണ് നമസ്കരിക്കുകയാണ്. എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാം. കർത്താവ് ഈ മഹത്വം ഒന്നും അന്വേഷിച്ചില്ല. കർത്താവിന് വിദ്യാഭ്യാസം ഇല്ലായിരുന്നു, കാണാൻ രൂപഗുണമൊന്നും ഇല്ലായിരുന്നു. അവനെ ശിഷ്യന്മാരെയും കണ്ടു കഴിഞ്ഞാൽ ഇതിനകത്ത് ഏതാ യേശു എന്ന് യൂദയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ടതിന് യൂദയ്ക്ക് മുത്തം കൊടുക്കേണ്ടതായിട്ട് വന്നിരുന്നു. അപ്പോൾ അങ്ങനെ വരെ ലോകത്തിന്റെ ഒരു ഗ്ലോറിയും ഇല്ലാത്തൊരു മനുഷ്യൻ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല യേശു ആണെന്ന്, ദൈവപുത്രനാണെന്ന് മനസ്സിലാകത്തില്ല. അത്ര ലോകത്തിന്റെ ഗ്ലോറി ഒന്നുമില്ലായിരുന്നു, ലോകത്തിന്റെ ഒരു സ്റ്റാറ്റസും ഇല്ലായിരുന്നു. കാരണം എന്താണെന്നറിയോ? ലോകത്തോട് തോൽപ്പിക്കുകയായിരുന്നു, ലോകത്തെ തോൽപ്പിക്കുകയാണ്, ലോകത്തിനെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കർത്താവ്. അത് മനസ്സിലാക്കാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. 1 കൊരിന്ത്യർ ലേഖനം, അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ ലേഖനത്തിന്റെ 1:28 പറയുന്നത്: ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായത് ഏതുമില്ലാത്തത് തെരഞ്ഞെടുത്തു. എന്തിനു വേണ്ടിയായിരുന്നു? ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ, ലോകത്തിന്റെ മഹത്വത്തെ ഇല്ലായ്മയാക്കുവാൻ, ലോകത്തിന്റെ ജ്ഞാനത്തെ ഇല്ലായ്മയാക്കുവാൻ. കർത്താവ് ലോകത്തിൽ വന്നപ്പോൾ ഒന്നുമില്ലാത്തവനെ പോലെ ദൈവപുത്രൻ വന്ന് ഒന്നും ഇല്ലാതാക്കി കളഞ്ഞു. ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല, ഇതിന്റെയൊക്കെ ഗ്ലോറി എടുത്തു കളഞ്ഞു. കാരണം ദൈവം വന്നപ്പോൾ സകലനെയും സൃഷ്ടാവ് വന്നപ്പോൾ ഈ ഗ്ലോറി ഒന്നും ഇല്ലാതാ വന്നേ. അപ്പോൾ ഇതിന്റെ എല്ലാം ഗ്ലോറി ഇല്ലാതായി പോയില്ലേ? ഇതിനൊരു വില ഇല്ലാതായി പോയില്ലേ? നരേന്ദ്രമോദി വരുമ്പോൾ നരേന്ദ്രമോദി ഇവിടുത്തെ ഏറ്റവും വില കൂടിയ വസ്ത്രം ഇട്ടുകൊണ്ട് വരുമ്പോഴാണ് എന്താണ്? അപ്പൊ ലോകത്തിന്റെ ഗ്ലോറിയാണത്. ലോകത്തിന്റെ ഗ്ലോറിയുടെ വില വീഴുന്നത് നരേന്ദ്രമോദി ഏറ്റവും അത് എടുത്ത് ഇടുമ്പോഴാണ്, അല്ലെ? വലിയ ബ്രാൻഡഡ് ഷർട്ടുകൾ വലിയ ആൾക്കാർ ഇടുമ്പോഴല്ലേ അതിന് വാല്യൂബിൾ വരുത്തുന്നത്, വാല്യൂ ഉള്ളതാകുന്നത്. അതുകൊണ്ടല്ലേ അതിന് വില കൂടിയിരിക്കുന്നത്. കർത്താവ് വന്നപ്പോൾ ഇതൊന്നും ഇടാതെ വന്നപ്പോൾ അതിന്റെ ഒന്നും വില ഇല്ലാതായി പോയില്ലേ? കാരണം സകലത്തിന്റെ ഉടയവൻ ഒരു മഹത്വം എടുക്കാതിരുന്നപ്പോൾ, ഈ സാധനം ഒന്നും തൊടാതിരുന്നപ്പോൾ ഇതെല്ലാം മ്ലേച്ഛമായി പോയില്ലേ? അതെല്ലാം തോറ്റുപോയില്ലേ? ഇങ്ങനെയാണ് നമ്മളും ഇതിനെ തോൽപ്പിക്കുന്നത്. നമ്മുടെ മുന്നിൽ ഇതിനെയൊക്കെ തോൽപ്പിക്കുവാൻ കർത്താവ് നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നത്. ക്രിസ്തുവിന്റെ ആ ജയോത്സവത്തിന്, അതേ ജയോത്സവത്തിലേക്ക് ഇവിടെ പലരും ശത്രുവിന്റെ മേൽ ജയോത്സവം കൊണ്ടാടാൻ വേണ്ടി അയലത്തിരിക്കുന്നവന്റെ ഉള്ളതൂടെ പിടിച്ചു പറിച്ച്, കർത്താവെ എനിക്ക് ജയോത്സവം തരണേ,
എന്നും പറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ യഥാർത്ഥമായ ജയോത്സവം എന്താണ്? യഥാർത്ഥമായ ജയോത്സവം? ഈ ലോകത്തിന്റെ മഹത്വത്തെ കീറികളയുന്നതാണ്, ശത്രുവിന്റെ അധികാരത്തെ കീഴ്പ്പെടുത്തുന്നതാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. ഇങ്ങനെ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് ഇതിനോടെല്ലാം ഗുഡ് ബൈ പറയുവാനും ഇതിനോടെല്ലാം ഈ മുമ്പിൽ വെച്ചിരിക്കുന്ന ഈ സന്തോഷങ്ങളെ ഓർത്ത് ക്രിസ്തു ഉണ്ടായിരുന്ന അതേ സന്തോഷത്തിൽ നമ്മളും ഓഹരിക്കാരായി മാറും, നമ്മളും കൂട്ടായ്മ ആചരിച്ച് ഇതിനോടെല്ലാം ഗുഡ് ബൈ പറയാനും ലോകത്തോട് മരണം അനുഭവിക്കാനും ക്രൂശ് സന്തോഷത്തോടെ എടുക്കുവാനും ഈ അപമാനത്തെയും നിന്ദയും പരിഹാസത്തെയും തോൽവിയും എല്ലാം സന്തോഷത്തോടെ എടുക്കണമെങ്കിൽ ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ടെങ്കിലേ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം സഹായിക്കട്ടെ. സ്തോത്രം.